നമസ്കാരം. മകയിരം നക്ഷത്രക്കാരുടെ 2025 പുതുവർഷത്തെ സമ്പൂർണ്ണ ജ്യോതിഷ ഫലങ്ങളാണ് ഇവിടെ പ്രവചിക്കുന്നത്. പുണ്യകർമ്മങ്ങൾക്ക് ഫലം ലഭിക്കും. എന്ത് രീതിയിലായിരുന്നാലും, ദൈവിക കർമ്മങ്ങളായിരുന്നാലും ഉള്ള എല്ലാ ദാനാദി മുതലായ എല്ലാ പുണ്യകർമ്മങ്ങൾക്കും ഇപ്പോഴും ഫലസിദ്ധി ലഭിക്കുന്ന ഒരു സമയമാണ് മകയിരം നക്ഷത്രക്കാർക്ക്. ഉദ്യോഗസ്ഥന്മാർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാം. ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കായിരുന്നാലും പ്രൈവറ്റ് ഉദ്യോഗസ്ഥന്മാർക്കായിരുന്നാലും സ്ഥാനക്കയറ്റം ലഭിക്കാം, പ്രൊമോഷൻ ലഭിക്കാം. പൊതുപ്രവർത്തകർക്കും അതുപോലെ അവരുടെ ഇതിൽ നിന്നുള്ള പ്രൊമോഷൻ അവർക്കും മുകളിലോട്ടുള്ള തസ്തികകൾ അവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. പല വഴികളിലൂടെയും ധനം ഈ വർഷം ലഭിക്കാൻ മകയിര നക്ഷത്രക്കാർക്ക് സാധ്യതയുണ്ട്. മക്കള് രോഗങ്ങൾ മൂലം കഷ്ടപ്പെടുന്ന മകയിര നക്ഷത്രക്കാർക്കാണെങ്കിൽ അവരുടെയും മക്കൾക്ക് രോഗ ആശ്വാസങ്ങൾ ലഭിക്കാം, അവർക്ക് സൗഖ്യം ലഭിക്കാം, മനസ്സന്തോഷം ലഭിക്കാം. പിന്നെ സർക്കാർ നിർദ്ദേശാനുസരണം ജോലികൾ ചെയ്യാൻ, കരാർ ജോലികൾക്കും മറ്റും കൊടുത്തിട്ടുള്ളവർക്ക് അവർക്ക് ആ കരാർ ജോലികളെല്ലാം ലഭിക്കാം എന്നുള്ള സാധ്യതയുണ്ട്. അതുപോലെ ബന്ധുക്കൾ, വേർപെട്ട് പിണങ്ങിയൊക്കെ നിൽക്കുന്ന ബന്ധുക്കളും അവരും സംഗമിക്കാനും അതുവഴി ധാരാളം സഹായങ്ങൾ ബന്ധുക്കൾ നിങ്ങൾക്ക് ചെയ്യാനുമുള്ള സാധ്യതയുണ്ട്. പിന്നെ കുടുംബസമേതം ഒരു നല്ല ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് പോകാനും അവിടെ നല്ല മുന്തിയ ഹോട്ടലുകളിൽ താമസിക്കാനും അതുപോലെ നല്ല ഭക്ഷണം കഴിക്കാൻ എല്ലാത്തിനുമുള്ള ഒരു യോഗവും ഈ വർഷം കാണുന്നുണ്ട്. പിന്നെ സുഗന്ധ വ്യഞ്ജനങ്ങൾ കൃഷി ചെയ്യുന്ന കർഷകർക്ക് ധാരാളം പൈസ ഈ സുഗന്ധ വ്യഞ്ജനങ്ങളിൽ നിന്ന് ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സ്വർണം, വെള്ളി, രത്നങ്ങൾ മുതലായ വിലപിടിപ്പുള്ള ലോഹങ്ങളും കല്ലുകളും ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ജോലി ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടേതായിട്ടുള്ള പ്രബന്ധങ്ങളോ അവരുടേതായിട്ടുള്ള പേപ്പർ വർക്ക് എല്ലാം സമർപ്പിക്കാനും അതുവഴി അംഗീകാരം കിട്ടാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ജോലി ചെയ്യുന്ന ശാസ്ത്രജ്ഞന്മാർക്കും അവരുടേതായിട്ടുള്ള പരീക്ഷണങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്നതിനുള്ള കണ്ടുപിടുത്തങ്ങൾക്കൊക്കെ അംഗീകാരം ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. പലവിധ വ്യാധികളിൽ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, മകര നക്ഷത്രക്കാർക്ക് പലവിധ വ്യാധികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ വർഷം. പക്ഷെ അതിൽ നിന്നെല്ലാം ഈ വർഷം മോചനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഭരണാധികാരികളിൽ നിന്നും നമുക്ക് അനുകൂലമായ സഹായങ്ങൾ ഭരണാധികാരികളിൽ നിന്ന് നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പിതൃസ്വത്തിൻ്റെ ഒരു അംശം ലഭിക്കാൻ, അത് ഷെയർ ചെയ്യുമ്പോൾ പാർട്ടീഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു അംശം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ആണെങ്കിൽ പഠിപ്പ് മുടങ്ങാതെയുള്ള സാധ്യതകളൊന്നും കാണാനില്ല. എല്ലാം നല്ല ഒരു ഇതാണ് കിട്ടുന്നത്. പിന്നെ സർക്കാർ ജോലിയാണ് കാത്തിരിക്കുന്നവർക്ക് ഈ വർഷം സർക്കാർ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും, നിയമനം ലഭിച്ച് പ്രവേശിക്കുവാൻ സാധിക്കും. വിദേശ രാജ്യങ്ങളിലാണ് ജോലിക്ക് ശ്രമിക്കുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെട്ട രാജ്യത്ത് ജോലി ലഭിക്കാനുള്ള സാധ്യതയെല്ലാം കാണുന്നുണ്ട്. വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് വിദേശ പൗരത്വം വേണമെന്നുള്ളവർക്കും ഈ വർഷം വിദേശ പൗരത്വം ലഭിക്കേണ്ട സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം വിവാഹം ശ്രമിച്ചാൽ വിവാഹം നടക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇനി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇനി പറയാൻ പോകുന്ന മോശഫലങ്ങളെ നിങ്ങൾക്ക് സ്വയം ഒഴിവാക്കുവാൻ സാധിക്കാവുന്നതേ ഉള്ളൂ. തീപിടുത്തം വരാതെ സൂക്ഷിക്കുക. കാരണം ഇപ്പം മകയിര നക്ഷത്രക്കാർക്ക് തീപിടിക്കേണ്ട സാധ്യതയുണ്ട്, അത് ഒഴിവാക്കുക. അത് മുൻകരുതലെടുത്താൽ മതി. ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും തടസ്സം വരാനുള്ളൊരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. അത് മുൻകൂട്ടി നമുക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. മറ്റുള്ള ആൾക്കാരോട് കോപം വരാതെ ശ്രദ്ധിക്കണം. ഈ സമയം ദേഷ്യം അധികം വരും, അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഉദരവ്യാധികൾ വരാതെ ശ്രദ്ധിക്കണം. അത് വയറ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണിത്. മേലുദ്യോഗസ്ഥന്മാരുമായിട്ട് ഒരിക്കലും അവരുമായിട്ട് ഒരു വഴക്കിനോ അല്ലെങ്കിൽ വാക്ക് തർക്കത്തിനോ പോകരുത്. പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവേണ്ട സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് ആ മോശമായ കൂട്ടുകെട്ടുകളിൽ ഏർപ്പെടാതെ സൂക്ഷിക്കണം. അതുവഴി ഒരുപാട് കഷ്ടപ്പാടുകൾ വരേണ്ട സാധ്യതയുണ്ട്. അതൊക്കെ സൂക്ഷിച്ചാൽ മതിയാവും. ബന്ധനം മുതലായവ വരേണ്ട സാധ്യതയാണ്. അതുകൊണ്ട് ആ റിമാൻഡ് മുതലായ നടപടികളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞ് നിൽക്കണം, അതൊന്നും പെടാതെ നോക്കണം. സ്ത്രീകളാണെങ്കിൽ മറ്റ് പുരുഷന്മാരുമായിട്ട് ഇടപെടുമ്പോൾ സൂക്ഷിക്കണം. അതുപോലെ പുരുഷന്മാർ മറ്റ് സ്ത്രീകളുമായിട്ട് ഇടപെടുമ്പോഴും സൂക്ഷിക്കണം. സൂക്ഷിച്ചില്ലെങ്കിൽ ധനനഷ്ടം, മാനഹാനി എല്ലാം വരാനുള്ള സാധ്യതയും റിമാൻഡ് വരേണ്ട സാധ്യതയും കാണുന്നുണ്ട്. അതൊക്കെ വളരെ സൂക്ഷിച്ചാൽ ഒഴിവാക്കാം. നിങ്ങളുടെ നടക്കാൻ പോകുന്ന നല്ല കാര്യങ്ങൾ ആരോടും പങ്കുവയ്ക്കാണ്ടിരിക്കുക. എന്ത് കാര്യം നടക്കാൻ പോകണമെങ്കിലും നല്ല കാര്യങ്ങളാണെങ്കിൽ ആരോടും പങ്കുവയ്ക്കാണ്ടിരിക്കുക. കാര്യം നടന്നു കഴിഞ്ഞിട്ട് സാവധാനം അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അവരോടൊപ്പം പറയാവുന്നതാണ്. ആപത്തുകൾ വരാതെ ശ്രദ്ധിച്ചാൽ ഗുണഫലങ്ങൾ അനുഭവിക്കേണ്ട യോഗം ഈ നക്ഷത്രക്കാർക്കുണ്ട്. മകയിര നക്ഷത്രത്തിൻ്റെ മൃഗമായ പാമ്പിനെ ഒരു കാരണവശാലും ഉപദ്രവിക്കരുത്. കരിങ്ങാലി വൃക്ഷത്തെ പരിപാലിക്കുക.
ഉള്ളെന്ന പക്ഷിയെ ഉപദ്രവിക്കാണ്ടിരിക്കുക. പഞ്ചഭൂതങ്ങളിൽ ഭൂമിയാണ് ഭൂതമായിട്ട് വരുന്നത്. മകീര നക്ഷത്രത്തിൻ്റെ ഭൂമിയെ തൊട്ട് വന്നിച്ചിട്ട് എല്ലാ കാര്യത്തിനും പോവുക. ഭൂമിദേവി അനുഗ്രഹിക്കും. സുബ്രഹ്മണ്യ സ്വാമിയെയും ഭദ്രകാളി ദേവിയെയും ആരാധിക്കുക. കഴിയുമെങ്കിൽ ആണുങ്ങളാകട്ടെ പെണ്ണുങ്ങളാകട്ടെ ചൊവ്വാഴ്ച വ്രതം എടുക്കുന്നത് വളരെ നല്ലതാകുന്നു. ഇടവക്കൂറുകാരാണെങ്കിൽ വെള്ളിയാഴ്ച നവഗ്രഹ ദേവന്മാരിൽ ശുക്രദേവനെ ആരാധിക്കുന്നതും പൂജ നടത്തുന്നതും നല്ലതാണ്. മിഥുനക്കൂറാണെങ്കിൽ ബുധദേവനെ ആരാധിക്കുന്നത് നല്ലതാകുന്നു. നിങ്ങൾക്ക് എല്ലാവിധ ആയുസ്, ആരോഗ്യ, സൗഭാഗ്യങ്ങളും അഷ്ട ഐശ്വര്യങ്ങളും ദൈവം ഈ പുതുവർഷത്തിൽ നിങ്ങൾക്ക് നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ജ്യോതിഷ ഫലങ്ങൾ മാത്രമാണ്. 100% കൃത്യതയോടെ ഉള്ള പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമായി വരുന്നു. നിങ്ങളുടെ സംശയങ്ങൾക്ക്, അതായത് ജ്യോതിഷപരമായുള്ള സംശയങ്ങളോ വാസ്തുപരമായ സംശയങ്ങളോ പൂജാപരമായ സംശയങ്ങളോ രത്നധാരണത്തിനുള്ള സംശയങ്ങളോ രുദ്രാക്ഷധാരണത്തിനുള്ള സംശയങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറിലോ വാട്സപ്പ് നമ്പറിലോ ബന്ധപ്പെടുക. ഞാൻ നിങ്ങൾക്ക് എനിക്കറിയാവുന്ന രീതിയിൽ ഉത്തരം നൽകുന്നതാണ്. നന്ദി, നമസ്കാരം.